ഇന്ന് നമുക്ക് നല്ല കിടിലൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. ആദ്യം തന്നെ പാനിലേക്ക് മുട്ട ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മുട്ട കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ട് നല്ല രീതിക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്ത് ഈ ഒരു പരുവായി വരുമ്പോൾ നമുക്ക് മുട്ടേനെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും അതേപോലെ തന്നെ ഇഞ്ചി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് സവാള ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീൻസ് ഇട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇളക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് അതൊന്ന് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് സോയാ സോസും ഇട്ട് പിന്നെ അതിന് ശേഷം പൊട്ടാറ്റോയും കൂടി ആഡ് ചെയ്തിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഇട്ടാൽ നമ്മുടെ ഈ ഒരു സംഭവം സെറ്റായി. പിന്നെ നമ്മൾ റൈസ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പും കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് റൈസ് വേവിച്ച് അത് ഫസ്റ്റ് ലെയർ പിന്നെ മസാല വീണ്ടും റൈസ് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.